കണ്ണൂരിൽ ഇന്നും ശക്തമായ മഴ. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിന്റെയും വയനാടിന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതിനാൽ യാത്ര ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല. വിശദാംശങ്ങളുമായി കെ.ഒ. ശശിധരൻ ചേരുന്നു. ശശിധരൻ, തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ നിലവിൽ കണ്ണൂരിൽ? എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനന്തു, ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള മഴയുണ്ടായി. പയ്യന്നൂർ മേഖലയിൽ തുടർച്ചയായ മഴ പെയ്യുകയുണ്ടായി. ജില്ലയിൽ ഇന്ന് രാവിലെ മഴ അല്പം വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ, മലയോരത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. മഴക്കെടുതിയുടെ രൂക്ഷത ഇപ്പോഴും പൂർണ്ണമായും ഒഴിവായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വയനാട്ടിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാതയാണ് കൊട്ടിയൂർ പാൽച്ചുരം മാനന്തവാടി റോഡ്. ഈ പാൽച്ചുരം റോഡിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം രാത്രി യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയങ്ങളിൽ യാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. പകൽ യാത്ര നടത്തുന്നതിൽ വിഷമമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നെടുമ്പൊയിൽ പേര്യ വഴിയുള്ള യാത്രയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വയനാട്ടിലേക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഈ റൂട്ടിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പഴശ്ശി ഡാമിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടുകൂടി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടാണുള്ളത്. ഇതിൽ 12 എണ്ണം 5 മീറ്റർ കണ്ടും ബാക്കിയുള്ള 3 എണ്ണം 4.5 മീറ്റർ കണ്ടും ഉയർത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് വളവട്ടണം ഉൾപ്പെടെയുള്ള പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വരും മണിക്കൂറിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വരും മണിക്കൂറുകളിൽ മഴയുടെ ശക്തി കൂടുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനന്ത്. ശശിധരൻ, നേരത്തെ നമുക്കറിയാം ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിടത്തുനിന്നെല്ലാം ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് ജില്ലയിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നത് തലശ്ശേരി താലൂക്കിൽ മാത്രമാണുള്ളത്. ഇവിടെ 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്. ബാക്കി ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ അവരുടെ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിലേക്കോ മടങ്ങിപ്പോയിട്ടുണ്ട്. നിലവിൽ ഒരു ക്യാമ്പാണ് പ്രവർത്തിക്കുന്നത്. ശരി, വ്യക്തമാണ്. കണ്ണൂരിൽ ഇന്നും ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂരിൻ്റെയും വയനാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് നിലവിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രിയിൽ മഴ പെയ്തിരുന്നു. രാവിലെ ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനങ്ങൾ കുറച്ചുപേരെല്ലാം ബന്ധുവീടുകളിലേക്കെല്ലാം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കെ.ഒ. ശശിധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.